എന്നെ കാണിക്കാൻ വരുന്ന ഒരുപാട് രോഗികളുടെ വിചാരം ഹൃദയത്തിൽ ഒരിക്കൽ ബ്ലോക്ക് വന്നാൽ അത് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾക്കറിയോ, ചില പ്രത്യേക മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് കുറച്ചു കൊണ്ടുവരാൻ അതല്ലെങ്കിൽ റിഗ്രസ് ചെയ്യിക്കാൻ ചില മാർഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള രോഗികളിൽ പലർക്കും പിന്നീട് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ വേണ്ടി വരാറില്ല. എന്തൊക്കെയാണ് ഈ മാർഗങ്ങൾ? നമുക്ക് നോക്കാം. ഹൃദയ രക്തധമനികൾക്കകത്ത് വരുന്ന ബ്ലോക്ക് അതല്ലെങ്കിൽ തടസ്സം, ഇതിന് പ്ലാക്ക് എന്നാണ് പറയുക. ഇത് പണ്ട് വിചാരിച്ചിരുന്ന പോലെ പെർമനന്റ് ആയിട്ടുള്ള ഒരു കറയല്ല. പലപ്പോഴും ഇതിനകത്ത് ജീവനുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കൃത്യമായ മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, കൃത്യമായ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഈ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലാക്കിനെ പലപ്പോഴും നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനും പറ്റും, അതുപോലെ അത് ചുങ്ങിപ്പിക്കാനും സാധിക്കും. രക്തധമനികളുടെ ബ്ലോക്ക് 70% കുറവാണെങ്കിൽ പലപ്പോഴും ഈ പറയുന്ന ട്രിക്കുകൾ കൊണ്ട് മാത്രം തന്നെ നമുക്ക് ബ്ലോക്ക് കൂടാതിരിക്കാൻ ഒരു പരിധിവരെ സാധിച്ചേക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം സ്റ്റാറ്റിൻ മരുന്നുകളാണ്. കൂടിയ ഡോസിലുള്ള കൊളസ്ട്രോൾ മരുന്നുകൾ ബ്ലോക്ക് ചുങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDLന്റെ അളവ് 50-ൽ കുറയുകയാണെങ്കിൽ പ്ലാക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് റിഗ്രസ് ചെയ്യുകയാണ്, ചുങ്ങുകയാണ്. ഇതിന് പലപ്പോഴും കൂടിയ ഡോസിലുള്ള സ്റ്റാറ്റിൻ മരുന്നുകൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ടി വരാം. സാധാരണ ഡോസിൽ പലപ്പോഴും ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നില്ല എന്നർത്ഥം. രണ്ടാമത്തെ പുതിയ മെത്തേഡ് ഇഞ്ചക്ഷനുകളാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയതായി കണ്ടെത്തിയ ചില ഇഞ്ചക്ഷനുകൾ നല്ലൊരു ശതമാനം പ്ലാക്ക് ചുരുങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ബ്ലോക്കുള്ള പല വ്യക്തികളുടെയും ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL 30-ൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ പ്ലാക്ക് കുറയാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ മാർഗം രക്തധമനികൾക്കകത്ത് നീർക്കെട്ട് തടയുന്ന മരുന്നുകൾ. പല പഠനങ്ങളും കാണിക്കുന്നത് ധമനികൾക്കകത്തുള്ള നീർക്കെട്ട് കുറയുമ്പോൾ പ്ലാക്ക് രൂപപ്പെടാനും രൂപപ്പെട്ട പ്ലാക്ക് കുറയാനും ഒരുപാട് സഹായിക്കുന്നു. നാലാമത്തെ മാർഗം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ 16 മണിക്കൂറോ അതിലധികമോ ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ രക്തധമനികൾക്കകത്തെ കാൽഷ്യം സ്കോർ ഒരുപാട് കുറയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ശരീരത്തിനകത്തെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിപ്പയർ മെക്കാനിസം അഥവാ ശരീരം സ്വയം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു മാർഗം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളായ LDLന്റെ അളവ് പരമാവധി കുറയ്ക്കുക, 30-ൽ താഴെ എത്തിക്കുക. ഇതിനായിട്ട് കൊളസ്ട്രോളിന്റെ ഗുളികകളും ഇഞ്ചക്ഷനുകളും ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലോക്ക് റിഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരുപാട് ഇമേജിംഗ് മെത്തേഡുകൾ IUS, OCT തുടങ്ങിയവ ഇന്ന് ലഭ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ കൂടാതെ ബ്ലോക്ക് കുറയ്ക്കുക, മാറ്റുക എന്നുള്ളത് ഒരു സ്വപ്നമല്ല, ഇപ്പോൾ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനായിട്ട് വളരെ കൂടിയ രൂപത്തിലുള്ള ചികിത്സകൾ, മരുന്നുകൾ വേണ്ടി വന്നേക്കാം.